നമ്മുടെ 9ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അതിന് മുമ്പായിട്ട് ഇക്കായി ഏക്കിനകത്ത് കൊടുത്തേക്കുന്നത് GA അപ്പം നമ്മുടെ സന്തോഷം. കുറേ കുട്ടികളൊക്കെ ആണെങ്കിൽ ഓടിച്ചാടി നടക്കുന്നു, അപ്പോൾ അവർ സന്തോഷിക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതാണ് എന്തെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു 2 ലൈൻ കബീർദാസിൻ്റെ ദോഹയാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമുക്കിപ്പം ആദ്യം അർത്ഥം പഠിക്കാം. പോഥി പടി പടി ജഗുമുവ പണ്ഡിത് ഭയാനക്കോയ് ഠായി ആഖർ പ്രേമുക പടേസോ പണ്ഡിത ഹോയ്. ഇപ്പോൾ കബീർദാസ് അറിയാമല്ലോ, പ്രാചീന ഹിന്ദി സാഹിത്യത്തിലെ കബീർദാസ് പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ദോഹകൾ നമ്മൾ 8ാം ക്ലാസ്സിലെ ഒരു ദോഹ പഠിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദോഹയാണ് ഇവിടെ ഇക്കായിൽ ഏക്കിനകത്ത് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ പോത്തി എന്ന് പറഞ്ഞാൽ വലിയ പുസ്തകം, വലിയ ഗ്രന്ഥത്തിനെയാണ് നമ്മൾ പോത്തി എന്ന് പറയുന്നത്. അപ്പോൾ പോത്തി പടി പടി ജഗുമുവ പണ്ഡിത് ഭയാനക്കോയ്. അപ്പം ഇവിടെ കബീർദാസ് എന്താണ് പറയുന്നത്? വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ച് ആൾക്കാരൊക്കെ ഈ ഭൂമിയിൽ നിന്നും പോകുന്നു, ഈ ലോകത്തിൽ നിന്നും പോകുന്നു. പക്ഷെ അവരാരുമായില്ല പണ്ഡിത് ഭയാനക്കോ, ഇവരാരും പണ്ഡിതരായിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചതുകൊണ്ട് ഒരുവൻ ആരാകുന്നില്ല, പണ്ഡിതരാകുന്നില്ല. പിന്നെ എങ്ങനെയുള്ളവരാണ് പണ്ഡിതരാകുന്നത്? ഠായി ആഖർ പ്രേമുക പടേസോ പണ്ഡിത ഹോയ്. ഠായി എന്ന് പറഞ്ഞാൽ 2. എന്താണ്? പ്രേം സ്നേഹം, ആഖർ അക്ഷരത്തിനെയാണ് ആഖർ എന്ന് പറയുന്നത്. പ്രേമമെന്ന എന്ന് പറഞ്ഞാൽ സ്നേഹമെന്ന 2 അക്ഷരം പഠിക്കുന്നവനാരോ പടേസോ പണ്ഡിത ഹോയ്. നമ്മുടെ മനുഷ്യജീവിതത്തിൽ നമുക്ക് പരസ്പരം എന്തുണ്ടായിരിക്കണം? സ്നേഹമുണ്ടായിരിക്കണം. അപ്പം നമ്മൾ കുറേ പഠിച്ചതുകൊണ്ടോ വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടോ ഒന്നും നമ്മൾ ആരാകുന്നില്ല, പണ്ഡിതരാകുന്നില്ല. പിന്നെയോ സ്നേഹമെന്ന 2 അക്ഷരം പഠിച്ചവർ, ഉള്ളിൽ സ്നേഹം, മറ്റുള്ളവരോടൊക്കെ എന്താണ് സ്നേഹം ഒക്കെ ഉള്ളവരാണ് പണ്ഡിതരാകുന്നത് എന്നാണ് ആര് പറയുന്നത്? കബീർദാസ് പറയുന്നത്. നമ്മുടെ ഇക്കായിലെ ഫസ്റ്റ് ചാപ്റ്റർ ഒരു കഹാനിയാണ്. ചട്പട്ട് ഔർ നട്ഖട്ട്, രമേശ് ഉപാധ്യായുടെ. അപ്പം നമുക്ക് ആദ്യം രമേശ് ഉപാധ്യായെക്കുറിച്ച് നോക്കാം. രമേശ് ഉപാധ്യായ കാ ജന്മ ഉത്തർപ്രദേശ് മേം ഹുവ. ഇപ്പം രമേശ് ഉപാധ്യായ ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. അദ്ദേഹം ജനിച്ചത് എന്നാണ്? മാർച്ച് 1, 1942. ഇപ്പം മാർച്ച് 1 തീയതി 1942. വേ കഹാനി, ഉപന്യാസ്, നാടക്, നുക്കട്ട് നാടക്, ആലോചന ആദി വിധാവോമേം സക്രിയ രഹി. അദ്ദേഹം കഹാനികൾ, കഥകൾ, ഉപന്യാസ്, നാടകങ്ങൾ, നുക്കട്ട് നാടകം എന്ന് പറഞ്ഞാൽ തെരുവു നാടകങ്ങൾ, ആലോചന നിരൂപണം, ആദി വിധാവോമേം ഇങ്ങനെയുള്ള മുതലായ മേഖലകളിൽ അദ്ദേഹം ഇൻവോൾവ്ഡ് ആയിരുന്നു. ദണ്ഡ് ദ്വീപ്, ഹരേ ഫൂൽ കി ഖുശ്ബു, ശേഷ് ഇതിഹാസ് ആദി ഉൻകി പ്രമുഖ രചനായും ഹെ. ഈ പറഞ്ഞതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ രചനകളാണ്. വേ ഗണേശ് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാർ സെ സമ്മാനിത ഹെ. അദ്ദേഹത്തിന് ഗണേശ് ശങ്കർ വിദ്യാർത്ഥി അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണം 24 ഏപ്രിൽ 2021. ഇപ്പോൾ ഏപ്രിൽ 24 തീയതി 2021 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഹാനിയാണ്, ഒരു കഥയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ചട്പട്ട് ഔർ നട്ഖട്ട്. ചട്പട്ട് എന്ന് പറഞ്ഞതിനാൽ അറിയാൻ നമുക്ക് ധൃതി എന്നാണ്. ധൃതി, അതിനെയാണ് ചട്പട്ട് എന്ന് പറയുന്നതും. നട്ഖട്ട് എന്ന് പറഞ്ഞാൽ വികൃതി. അപ്പോൾ ഈ കഥയിലെ 2 കഥാപാത്രങ്ങളാണ് ചട്പടും നട്ഖടും. ഏകദാ ചട്പട്ട്, ഏകദാ നട്ഖട്ട്. चटपट बड़ा था, नटखट छोटा. बड़ा केवल 2 साल बड़ा था, छोटा केवल 2 साल छोटा. दोनों स्कूल में पढ़ते थे.
चटपट पांचवी में, नटखट तीसरी में। घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते। एक था चटपट, एक था नटखट. ഇപ്പോൾ ഒരാൾ ചട്പടും ഒരാൾ നട്ഖടും. ചട്പട്ട് ബെഡാഥ. ഇപ്പം ചട്പട്ട് മൂത്തയാളായിരുന്നു, നട്ഖട്ട് ചോട്ട ഇളയ ആളായിരുന്നു നട്ഖട്ട്. ബെഡാ കേവൽ 2 സാൽ ബെഡാഥ. മൂത്തയാൾ കേവലം 2 വയസ്സിന് മൂത്തതായിരുന്നു. ചോട്ട കേവൽ 2 സാൽ ചോട്ട. ഇളയാൾ 2 വയസ്സിന് ഇളയതായിരുന്നു. ദോനോ സ്കൂൾ മേ പഠ്തേ ഥേ. അവർ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ചട്പട്ട് 5വീ മേ, നട്ഖട്ട് തീസരി മേ. ചട്പട്ട് 5ാം ക്ലാസ്സിലും നട്ഖട്ട് 3ാം ക്ലാസ്സിലുമായിരുന്നു. ഘർ സേ ദോനോ ഭായി സാത്ത് സാത്ത് സ്കൂൾ ജാത്തെ അവർ സാത്ത് സാത്ത് ഹി വാപ്പസ് ഘർ ആത്തെ. വീട്ടിൽ നിന്നും 2 സഹോദരന്മാരും ഒരുമിച്ചായിരുന്നു സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ച് സ്കൂളിലേക്ക് മടങ്ങി വരുന്നു. വാപ്പസ് ഘർ ആത്തെ. വാപ്പസ് മടങ്ങി വരിക, വീട്ടിലേക്ക് മടങ്ങി വന്നത്. വേ ഏക് ഗാവ് മേം രഹത്തെ ഥേ. സ്കൂൾ ഉൻകെ ഗാവ് മേം നഹി, दूर दूसरे गाँव में था. वहाँ तक पैदल जाना पड़ता था और पैदल ही वापस आना पड़ता था. जाते समय रास्ते में उन्हें कई चीज़ें मिलती थी. पोकर, बरगद, खेत, बैग, नाला और नदी. वापस आने पर फिर रास्ते में उन्हें कई चीज़ें मिलती थी. नदी, नाला, बाग, खेत, बरगद और पोकर. വേ ഏക് ഗാവ് മേം രഹത്തെ ഥേ. വേ അവർ ആരൊക്കെയാണ്? ചട്പടും നട്ഖടും. അവരൊരു ഗാവ് ഗ്രാമം, ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേം നഹി. അവർ പഠിക്കുന്ന സ്കൂള് അവരുടെ ഗ്രാമത്തിലായിരുന്നില്ല. ദൂരെ ദൂസരേ ഗാവ് മേം ഥ. വേറൊരു ഗ്രാമത്തിലായിരുന്നു. വഹാം തക്ക് പൈതൽ ജാനാ പഡ്താ ഥ. അവിടം വരെ അവർ പോയിരുന്നത് പൈതൽ ജാന, കാൽനടയായിട്ടായിരുന്നു. അവർ സ്കൂളിലേക്ക് പോയിരുന്നത് കാൽനടയായിട്ടായിരുന്നു. അവർ പൈതൽ ഹി വാപ്പസ് ആനാ പഡ്താ ഥ. അവർ കാൽനടയായിട്ട് തന്നെയായിരുന്നു തിരിച്ചു വന്നിരുന്നതും. ജാത്തെ സമയം അവർ പോകുന്ന സമയത്ത് രാസ്തേമേ വഴിയിൽ ഉനി കൈ ചീസേ മിൽത്തി ഥി. അവർക്ക് ഒരുപാട് ചീസേ എന്ന് പറഞ്ഞ ഐറ്റംസ്, സാധനങ്ങളെയാണ് അവർ കണ്ടുമുട്ടുമായിരുന്നു. പറഞ്ഞാൽ അവർക്ക് കിട്ടിയിരുന്നു ഒരുപാട് സാധനങ്ങൾ അവർ കാണുകയായിരുന്നു. എന്ത്? പോക്കർ എന്ന് പറഞ്ഞാൽ താലാബ്, കുളത്തിനെയാണ് പോക്കർ എന്ന് പറയുന്നത്. ബർഗദ് ആൽമരത്തിനെയാണ് ബർഗദ് എന്ന് പറയുന്നത്. ഖേത്ത് വയൽ, ബാഗ് തോട്ടം, ബഗീച്ചയൊക്കെയാണ് ബാഗ്, തോട്ടമാണ്. നാല തോട്, അരുവിക്കൊക്കെയാണ് നാല എന്ന് പറയുന്നത്. നദി തന്നെ. വാപ്പസ് ആനെ പർഫി. അവർ വാപ്പസ് ആനെ മടങ്ങി വരുമ്പോഴും രാസ്തേമേ മുനെ കൈ ചീസേ മിൽത്തി ഥി. വഴിയിൽ അവർ പല കാര്യങ്ങളും കണ്ടുമുട്ടി. ഇത് തന്നെ തിരിച്ചവർ പറയുകയാണ്. നദി, നാല, ബാഗ്, ഖേത്ത്, ബർഗദ്, അവർ പോക്കർ. അവർ തിരിച്ചു വരുമ്പോൾ നദി, തോട്, അതുപോലെ ബാഗ് തോട്ടം, ഖേത്ത് വയൽ, ബർഗദ് ആൽമരം, അതുപോലെ തന്നെ പോക്കർ താലാബ്, ഇതൊക്കെ അവർ കണ്ടുമുട്ടുമായിരുന്നു. ചട്പട്ട് തേസ് ചൽത്താ ഥ. നട്ഖട്ട് ധീരെ ധീരെ. चटपट बरगद तक पहुंच जाता. तब तक नटखट पोकर तक ही पहुंचा होता. चटपट बाग तक पहुंच जाता. तब तक नटखट खेत तक ही पहुंचा होता. चटपट नदी तक पहुंच जाता. तब तक नटखट नाले तक की पहुंचा होता. माम की हिदायत थी कि चटपट को छोटे भाई का ध्यान रहना है, नटखट को अपने साथ ही रहना है. इसलिए चटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. അവിടെ നോക്കാം. ചട്പട്ട് തേസ് ചൽത്താ ഥ. ചട്പട്ട് തേസ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, വേഗത്തിൽ. ഇപ്പം ചട്പട്ട് വേഗത്തിലായിരുന്നു നടക്കുന്നത്.
നട്ഖടാണെങ്കിലോ ധീരെ 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 പതുക്കെ പതുക്കെ. ചട്പട്ട് ബർഗദ് തക്ക് പഹുഞ്ച് ജാത്ത. ചട്പടാണെങ്കിലോ ആൽമരത്തിൻ്റെ അവിടെ വരെ എത്തുമ്പോൾ തബ് തക് നട്ഖഡ് പോക്കർ തക്ക് കി പഹുഞ്ചാ ഹോത്ത. നട്ഖഡ് എവിടെ കിടക്കുകയാണ്? ആ പോക്കർ താലാബിൻ്റെ അവിടത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാര്യം എന്താ? ഒരാൾക്ക് സ്പീഡ് കുറവാണ്, അപ്പോൾ അവിടം വരെ ആയിട്ടുള്ളൂ. ചട്പട്ട് ഭാഗത്തേക്ക് പഹുഞ്ച് ജാത്ത. ചട്പടാണെങ്കിലോ ആ തോട്ടത്തിൻ്റെ അവിടം വരെ എത്തുമ്പോൾ തബ് തക് നട്ഖഡ് ഖേത്ത് തക്ക് കി പഹുഞ്ചാ ഹോത്ത. ആ വയലിൻ്റെ അവിടം വരെ എത്തിയിരുന്നുള്ളൂ. തബ് തക് നട്ഖഡ് ഖേത്ത് തക്ക് കി പഹുഞ്ചാ ഹോത്ത. അപ്പം നട്ഖഡ് വയലിൻ്റെ അവിടം വരെ എത്തുമ്പോൾ ചട്പട്ട് നദി തക്ക് പഹുഞ്ച് ജാത്ത. തബ് തക് നട്ഖഡ് നാലേ തക്കി പഹുഞ്ചാ ഹോത്ത. അപ്പം ചട്പട് നദിയുടെ അടുത്ത് എത്തുമ്പോൾ നട്ഖടാണെങ്കിലോ നാല് തോടിൻ്റെ അടുത്ത് വരെ എത്തിയിരുന്നുള്ളൂ. അപ്പം ഒരാൾ ചേട്ടന് സ്പീഡ് കൂടുതലും അനിയന് സ്പീഡ് കുറവും ആയതുകൊണ്ട് ഒരാൾ മുന്നേ പോകും, ഇളയാളങ്ങനെയാ പിന്നിലൂടെ ഇങ്ങനെ പോവുകയാണ്. മാം കി ഹിദായത്ത് തീക്കി. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അമ്മ നിർദ്ദേശിക്കുമായിരുന്നു. എന്താണ്? ചട്പട്ട് കോ ചോട്ടേ ഫായി കാ ധ്യാൻ രഹനാ ഹെ. ആ ചട്പട് ആ ചോട്ടേ ഫായ് ഇളയ സഹോദരനെ ധ്യാൻ ശ്രദ്ധിക്കണമെന്ന് ആണല്ലോ. ഇപ്പോൾ സഹോദരന്മാർ രണ്ടുപേരും സ്കൂളിലേക്ക് പോകുമ്പോൾ ഇളയ ആളിനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ അമ്മമാരൊക്കെ പറയാറുണ്ട് അല്ലേ? അതുപോലെ ഇവിടെ ചട്പടിനോട് പറയുകയായിരുന്നു, നീ ഇളയ സഹോദരനെ ശ്രദ്ധിക്കണമെന്ന്. നട്ഖഡ് കോ അപ്പനെ സാത്ത് കി രഹനാ ഹെ. നട്ഖഡിനെ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണം എന്ന് ആര് പറയുമായിരുന്നു? അമ്മ നിർദ്ദേശം കൊടുക്കുമായിരുന്നു. ഇസിലിയെ ചട്പട്ട് കോ ആകെ നികൽ ആനെ പർ പീച്ചെ മുട്ട്കർ ദേഖ്ന പഡ്ത. അതുകൊണ്ട് ചട്പട്ട് എന്ത് ചെയ്യും? ആകെ നികൽ ജാനെ മുന്നിലൂടെ പോകുമ്പോൾ പോലും എന്ത് ചെയ്യുമായിരുന്നു? പീച്ചെ മുട്ട്കർ തിരിഞ്ഞിങ്ങനെ നോക്കും. എന്താണ്? അനിയൻ എവിടം വരെ എത്തി, അനിയൻ പുറകിന് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. ഉനെ നട്ഖഡ് കോ പുകാർ കർ ജൽദി ചലനെ കെ ലിയെ കഹനാ പഡ്ത. ഉടനെ നട്ഖഡിനോട് വിളിച്ചു പറയും. എന്താണ്? ജൽദി ചലനെ കെ ലിയെ, ആ പെട്ടെന്ന് വരാനായിട്ട് വിളിച്ചു പറയുമെന്ന് പുക്കാർക്കർ വിളിച്ചു പറയുമായിരുന്നു. ബാർ ബാർ രുക്ക് കർ നട്ഖഡ് കാ ഇന്തിസാർ കർന പഡ്താ ഹെ. അല്ലേ? വീണ്ടും വീണ്ടും ബാർ ബാർ രുക്ക് കർ, വീണ്ടും വീണ്ടും അവിടെ നിന്നിട്ട് നട്ഖഡ് കാ ഇന്തിസാർ കർന എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രതീക്ഷ കർന, അതാണ് ഇന്തിസാർ എന്ന് പറഞ്ഞേ. ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. കാര്യം അനുജൻ പുറകിന് വരുന്നതേ ഉള്ളൂ. അനുജൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. കഫി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി ദേഖ് നട്ഖഡ് കാ ഹാത്ത് പകഡ് കർ अपने साथ दौड़ाना भी पड़ता. चटपट परेशान हो जाता और घर लौटकर माम से शिकायत करता. माम, छोटा बहुत परेशान करता है. छोटा है ना? माँ मुस्कुरा देती. और बड़े को तो छोटे का ध्यान रखना ही पड़ता है. എന്താണ്? നീ കഫി സ്കൂൾ ജാനെ കെ ലിയെ, ഇപ്പം സ്കൂളിൽ പോകുന്ന സമയത്ത് ദേരി ഹോത്തി ദേഖ്, എന്തെങ്കിലും താമസിച്ചു കഴിഞ്ഞാൽ അല്ലേ, സ്കൂളിൻ്റെ ബെല്ലൊക്കെ അടിക്കും. അപ്പോൾ താമസിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നട്ഖഡ് കാ ഹാത്ത് പകഡ് കർ, നട്ഖഡിൻ്റെ ആ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പനെ സാത്ത് ദൗഡാനാ ഫീ പട്ട, എന്താണ്? തന്നോടൊപ്പം എന്താണ്? ഓടിക്കുമായിരുന്നു. കാര്യം എന്താണ്? കയ്യിൽ പിടിച്ച് അനിയൻ്റെ കയ്യിൽ പിടിച്ച് അവനിങ്ങനെ ഓടുമായിരുന്നു. എന്തിനാണ്? സ്കൂളിൽ നേരത്തെ ചെല്ലാനായിട്ട്. ചട്പട്ട് പരേഷാൻ ഹോ ജാത്ത അവർ ഘർ ലൗട്ട് കർ മാം സെ ശിക്കായത്ത് കർത്ത. അപ്പം ചട്പടിന് അങ്ങ് വളരെ എന്താണ്? വിഷമിച്ചു. എന്താണ്? അനിയനെ കൊണ്ട് അങ്ങ് തോറ്റു ചട്പട്. അവൻ എന്ത് ചെയ്തു? ഘർ ലൗട്ട് കർ, വീട്ടിൽ തിരിച്ച് ചെന്ന് എന്ത് ചെയ്യാണ്? മടങ്ങിച്ചെന്ന് മാം സെ ശിക്കായത്ത്, ശിക്കായത്ത് എന്ന് പറഞ്ഞാൽ പരാതി, അമ്മയോട് ഇങ്ങനെ പരാതി പറയും. എന്താണ്? മാം ചോട്ടാ ബഹുത്ത് പരേഷാൻ കർത്താ ഹെ. ഇളയവൻ എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നു. അപ്പം അമ്മ എന്താണ് പറയുന്നത്? ചോട്ടാ ഹേനാ, അവൻ ചെറുതല്ലേ. അമ്മ എങ്ങനെയാ? മാ മുസ്കുരാതെത്തി, ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടാണ് അമ്മ പറയുന്നത്. നീ എന്താണ്? അവൻ ചെറിയവനല്ലേ, നിന്നെപ്പോലല്ലല്ലോ എന്ന് പറയുകയാണ്. അവർ ബെഡേക്കോത്തോ ചോട്ടേക്കാ ധ്യാൻ രഹനാഹി പഡ്താ ഹെ. പിന്നെ അമ്മ ഒന്നുകൂടെ പറയും. എന്താണ്? നീ മുതിർന്നവനല്ലേ, മൂത്തവരല്ലേ, ആരെയാണ്? ചോട്ടേക്കാ ധ്യാൻ രഹനാഹി പഡ്താ ഹെ, ഇളയവനെ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു നിർദ്ദേശം കൂടി ആര് പറയുമായിരുന്നു? അമ്മ
ഈ ആരോടാണ് പറയുന്നത്? ചട്പടിനോട് പറയുമായിരുന്നു. चटपट झुंझुलाता पर कुछ कह न पाता, बेड़ा था छोटे का ध्यान तो उसे रहना ही था, लेकिन उसे लिखता कि नटखट कुछ ज्यादा ही नटखट है। रास्ता चलते रुककर पोकर के पानी के अंदर की मछलियाँ और पानी के ऊपर के बेदखे देखने लगता है। बरगद के ऊपर से नीचे आती जड़ें पकड़कर चूलने लगता है। खेतों में घुसकर खाने की कोई चीज़ खोजने लगता है। बाग से गुजरने पर आम या अमरूद तोड़ने लगता है। नाले को उधर से इधर और इधर से उधर छलांग लगाकर पार करने का खेल खेलने लगता है। नदी के पुल को जल्दी से पार करने के बजाय उसके मुंडर से टिककर नीचे बहती नदी को निखारने लगता है. എന്താണ്? ചട്പട്ട് ചുഞ്ചിലാത്ത. ചുഞ്ചിലാത്ത എന്ന് പറഞ്ഞാൽ ചട്പടിന് ആ ദേഷ്യം വരിക അല്ലേ? അനിയൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ ചട്പടിന് ഭയങ്കര ദേഷ്യമാണ്. പർക്കുച്ച് കാഹിനാപ്പാത്ത. പക്ഷെ എന്തെങ്കിലും പറയുമോ? അവനൊന്നും പറയുമായിരുന്നില്ല. ബെടാത, അവൻ മുതിർന്നവനല്ലേ. ചോട്ടേക്കാ ധ്യാൻ ദോ ഉസേ രഹനാ ഹി ഹേ അല്ലേ? ചോട്ടെ ഇളയവനാണ്, അവനെ ശ്രദ്ധിക്കേണ്ടത് ആരുടെ കടമയാണ്? മുതിർന്ന മൂത്താളിൻ്റെ കടമയാണ്. അതുകൊണ്ട് അവന് ദേഷ്യം വന്നാലും അവനൊന്നും തന്നെ പറയുമായിരുന്നില്ല. ലേക്കിൻ ഉസ്സേ ലിഖ്താ ഹി നട്ഖട്ട് കുച്ച് സ്യാദാ ഹി നട്ഖട്ട്. പക്ഷെ അവന് തോന്നുമായിരുന്നു എന്താണ്? ലിഖ്താക്കി അവന് തോന്നുമായിരുന്നു എന്താണ്? നട്ഖട്ട് കുച്ച് സ്യാദ. സ്യാദ എന്ന് പറഞ്ഞാൽ കൂടുതൽ. നട്ഖട് ആ വികൃതിയാണ്, അവന് കുറെ കൂടുതൽ വികൃതിയുണ്ട് എന്ന് തോന്നുമായിരുന്നു. രാസ്ത ചൽത്തെ രുക്കർ പോക്കർ കെ പാനി കെ അന്തർ കി മച്ചലിയാമവർ പാനി കെ ഊപ്പർ കി ബെദക്കെ ദേഖനെ ലെത്താഹെ. അപ്പം അവൻ കാണിക്കുന്ന ഓരോ കുസൃതിത്തരങ്ങളാണ്. അവൻ എന്താണ്? രാസ്ത ചൽത്തെ രുക്കർ, ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ അവിടെ നിൽക്കും. നിന്നിട്ട് എന്ത് ചെയ്യാണ്? പോക്കർ കെ പാനി അല്ലേ? വെള്ളത്തിലെ എന്താണ് പോക്കർ എന്ന് പറഞ്ഞാൽ അറിയാലോ, താലാബ് കുളമാണ്. കുളത്തിൻ്റെ വെള്ളത്തിൽ എന്തുണ്ട്? മച്ചലിയ അല്ലേ? കുളത്തിൽ മച്ചലിയ മീനുകളൊക്കെ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ പാനിക്ക് ഊപ്പർക്കി ബെദക്കെ. ബെദക്കെ എന്ന് പറഞ്ഞാൽ താറാവുകൾ. അപ്പം കുളത്തിൽ മീനുകളുണ്ട്, താറാവുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ. സ്കൂളിലോട്ട് പോകുന്നു. ഒന്നാമത് സ്പീഡില്ല, പിന്നെ പോരാത്തതിനോ അവിടെ നിന്നുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. അതുമാത്രമല്ല, ബർഗദ് ഊപ്പർ സേ നീച്ചെ ആത്തി ജഡേ പകട്കർ ചൂൽനെ ലഗ്താ ഹേ. ബർഗദ് ആൽമരം അല്ലേ? ആൽമരത്തിൻ്റെ മുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൽമരത്തിൻ്റെ ആ മുകളിൽ നിന്ന് താഴേക്ക്, അതായത് ഊപ്പർ സേ നീച്ചെ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് എന്താണ്? ആ ചെറിയ വള്ളി പോലെ കിടക്കില്ലേ? ജഡയെന്ന് പറഞ്ഞാൽ വേരാണ്. അത് എന്താണ്? ഇങ്ങനെ വള്ളി പോലെ കിടക്കുന്ന ആ വേരെ പകട്കർ പിടിച്ചുകൊണ്ട് അവൻ എന്തു ചെയ്യുമായിരുന്നു? ചൂൽനെ ലഗ്താഹെ. ചൂൽനെ ലഗ്താ എന്ന് പറഞ്ഞാൽ അവൻ ആടാൻ തുടങ്ങിയത്. അവൻ ഇങ്ങനെ ആടുമായിരുന്നു. ഈ കുട്ടികൾ കാണിക്കുന്ന ഓരോ കുസൃതിത്തരങ്ങളാണ് അവനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഖേത്തുമേ ഖുസ്കർ, ഈ വയലിൻ്റെ, ഖേത്ത് എന്ന് പറഞ്ഞാൽ വയലാണ്. ആ വയലിൻ്റെ അവിടെ പ്രവേശിച്ചാലോ അവനിങ്ങനെ നോക്കും. ഖാനേക്ക് കോയി ചീസ് ഖോജിനെ ലഗ്താഹെ. ഖോജിന എന്ന് പറഞ്ഞാൽ അവനെ തിരയുക, അന്വേഷിക്കുക. എന്താണ്? ഖാനേക്ക്, തിന്നാൻ അവിടെ എന്തൊക്കെയും ഉണ്ടോ എന്ന് അവരിങ്ങനെ തിരയുമായിരുന്നു. ബാഗ് സേ ഗുസർനെ പർ, തോട്ടത്തിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാലോ അവൻ എന്ത് ചെയ്യും? ആം യാ അമരൂദ് തോട്ട്നെ ലഗ്താഹെ. അവിടെ ആം മാങ്ങയോ അതുപോലെ അമരൂദ്. അമരൂദ് എന്താണ്? പേരയ്ക്ക. ഈ പേരയ്ക്കായോ ഒക്കെ അവൻ എന്ത് ചെയ്യുമായിരുന്നു? തോട്ട്നെ ലഗ്ത, ഇങ്ങനെ പൊട്ടിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് പറിച്ചെടുക്കുമായിരുന്നു. പിന്നെ അടുത്തത് നാലേക്ക് ഉദർ സേ ഇദർ അവർ ഇദർ സേ ഉദർ ചലാങ്ക് ലഗാക്കർ പാർ കർനെ കാ ഖേൽ ഖേൽനെ ലഗ്താ ഹേ അല്ലേ? ഇപ്പോൾ വെള്ളമൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെള്ളത്തിൽ തെറിപ്പിക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? അതുപോലെ ഇവൻ ആ തോടിൻ്റെ അവിടെ, നാലേക്ക്, ആ തോടിൻ്റെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദർ സേ ഇദർ, ഇവിടെ നിന്ന് അങ്ങോട്ടും അതുപോലെ ഇദർ സേ ഉദർ അവിടെ നിന്ന് ഇങ്ങോട്ടുമൊക്കെ അവൻ എന്ത് ചെയ്യായിരുന്നു? ചലാങ്ക് ലഗാക്കർ. ചലാങ്ക് ലഗാക്കർ എടുത്ത് ചാടുമായിരുന്നു. അങ്ങനെ എടുത്ത് ചാടി അവനിങ്ങനെ ഖേൽ ഖേനെ ലഗ്താഹെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. മനസ്സിലായി? സ്പീഡിൽ സ്കൂളിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ വരികയല്ല. ഈ വരുന്ന വഴി അവൻ കാണിക്കുന്ന ഓരോ കുസൃതിത്തരങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ നദിക്ക് പുൽക്കോ ജൽദി സെ പാർ കർണേക്ക് ബജായ്. ഇപ്പം നദിക്ക് പുൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ബ്രിഡ്ജ്, പാലത്തിനെയാണ് പുൽ എന്ന് പറയുന്നത്. ഇപ്പം നദിയുടെ
ആ പാലം ജൽദി സെ പാർ കർണേക്ക്, പാർ കർണ എന്ന് പറഞ്ഞാൽ ക്രോസ് ചെയ്യുക, മറികടക്കുക. പെട്ടെന്ന് തന്നെ, ജൽദി സെ പെട്ടെന്ന് തന്നെ അത് ക്രോസ് ചെയ്യുന്നതിന് പകരമായിട്ട് ബജായെ അവൻ എന്ത് ചെയ്യാം, ഉസ്കി മുണ്ടേർ സെ ടിക്കർ, മുണ്ടേർ എന്ന് പറഞ്ഞാൽ പാലത്തിൻ്റെ കൈവരിക്കാണ് മുണ്ടേർ എന്ന് പറഞ്ഞാൽ. കൈവരിയിൽ എന്താണ് ടിക്കർ, പിടിച്ചിങ്ങനെ നിൽക്കും. കൈവരിയിൽ പിടിച്ചു നിന്നിട്ട് എന്താണ്, നീച്ചെ ബഹത്തി നദി കോ നിഖാർനെ ലഗ്താഹെ, എന്താണ് നീച്ചെ ബഹത്തി നദി, താഴേക്ക് ഒഴുകുന്ന ആ നദിയിലേക്ക് നിഹാർനെ, നിഹാർന എന്ന് പറയാൻ ദേഖിന, നോക്കുന്നതിനെയാണ് നിഹാർന എന്ന് പറയുന്നത്. അവനിങ്ങനെ നോക്കാൻ തുടങ്ങിയിരുന്നു. കാര്യം അവനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. പെട്ടെന്ന് ഒന്നാമതോ സ്പീഡില്ല, പിന്നെ എന്താണ് ഭയങ്കര കുസൃതിയാണ്. അവൻ വരുന്ന വഴി കാണിക്കുന്ന കുസൃതിത്തരങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം തന്നെ. एक दिन तो नटखट ने हाथ ही कर दी, दोनों भाई स्कूल से लौट रहे थे। नदी का पुल आया तो नटखट पुल पर चढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा। बस्ते में पहले से बनाकर रही हुई कागज की 2 नावें निकाली और एक एक करके बहते पानी में छोड़ दी। नावें बह चली तो नटखट खुश होकर ताली बजाने लगा. എന്താണ്, ഏക് ദിൻ ഒരു ദിവസം, നട്ഖട്ട് സെ ഹദ് ഹി കർദി എന്ന് പറഞ്ഞാൽ പരിധി വിടുക. നട്ഖട്ടിൻ്റെ എന്താണ് പരിധി വിട്ടു. എന്താണ്, ദോനോ ഫായി സ്കൂൾ സെ ലൗട്ട് രഹേ ഥെ, ആ 2 സഹോദരന്മാരും സ്കൂളിൽ നിന്നും മടങ്ങി വരികയായിരുന്നു. നദി കാ പുൽ ആയ, ഇപ്പം നദിയുടെ ആ പാലമായി. തോ നട്ഖട്ട് പുൽ പർ ചട്നെ കെ ബജായ്, കെ ബജായ് എന്ന് പറഞ്ഞാൽ പകരം. അപ്പം നദിയുടെ ആ പാലത്തിലേക്ക് ചട്നേക്ക് കയറുന്നതിന് പകരം അവൻ എന്ത് ചെയ്തു, നീച്ചേ ഉതർഗയ, അവൻ താഴേക്കിറങ്ങി. എവിടേക്കാണ്, അവർ നദീ കിനാരെ ജാ പഹുഞ്ച, അവൻ നദിയുടെ കിനാരെ, അവൻ്റെ നദിയുടെ തീരത്തേക്ക് ചെന്നു. എന്ത് ചെയ്യാം, ബസ്തേമേ പഹലേസേ ബെനാക്കർ, ബസ്ത എന്ന് പറഞ്ഞ ബാഗിനാണ് പറയുന്നത്. അറിയാലോ, സ്കൂളിൽ പോകുമ്പോൾ കയ്യിൽ എന്തുണ്ട്, സ്കൂൾ ബാഗുണ്ട്. അപ്പോൾ ഈ സ്കൂൾ ബാഗിൽ മുന്നേ അവൻ ഉണ്ടാക്കി വെച്ച, അതുകൊണ്ട് പഹലേസേ ബെനാക്കർ, മുന്നേ അവൻ ഉണ്ടാക്കി വെച്ചിരുന്ന കാഗസ് കി 2 നാവി, കാഗസ് കടലാസ്, കടലാസ് കൊണ്ടുണ്ടാക്കിയ എന്താണ് 2 നാവി, നാവോ എന്ന് പറഞ്ഞാൽ വള്ളമാണ്. അപ്പം 2 നാവി എന്ന 2 വള്ളങ്ങൾ, നമ്മൾ കടലാസ് വള്ളങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ 2 വള്ളങ്ങൾ അവന് ഉണ്ടാക്കി വെച്ചിരുന്ന മുന്നേ അവൻ്റെ ബാഗിൽ. അതവൻ പുറത്തെടുത്തു. എന്നിട്ടോ അവർ ഏക്കേക്ക് കർക്കെ, അവർ ഒന്നൊന്നായിട്ട് എന്താണ് ബഹത്തെ പാനീമേ ചോടുതി, ബഹത്തെ പാനി ആ ഒഴുകുന്ന വെള്ളത്തിലേക്ക് അവനിട്ടു. നവേ ബഹ് ചലി, ആ വള്ളമാണെങ്കിലോ അങ്ങ് ഒഴുകിപ്പോയി. നമുക്കറിയാം, ഒഴുകുന്ന വെള്ളത്തിലേക്ക് ആ വള്ളം ഇങ്ങനെ കടലാസ് വെള്ളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, വള്ളം ഇങ്ങനെ ഒഴുകിപ്പോയി. തോ നട്ഖട്ട് ഖുഷ് ഹോക്കർ താലി ബജാനേ ലഗാം, അല്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങൾക്കറിയാം, നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കത് കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമല്ലേ. നമ്മളുണ്ടാക്കിയ വള്ളം ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകി പോകുന്ന കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ നട്ഖടിനും എന്താണ്, ഖുഷ് ഹോക്കർ, അവനും വളരെ സന്തോഷം തോന്നി. അവൻ എന്താണ്, താലി ബജാനയിലക, താലി ബജാന എന്ന് പറഞ്ഞാൽ കൈയടിക്കുക. അവനിങ്ങനെ കൈയടിക്കാൻ തുടങ്ങി. ഉദർ പുൽ പർ പഹുഞ്ച് ചുകെ ചട്പട്ട് ने पीछे मुड़कर देखा तो नटखट नहीं दिखा. चटपट खबर आ गया कि नटखट कहाँ गया. ताली बजने की आवाज़ सुनकर नीचे देखा तो नटखट नीचे नदी किनारे खड़ा दिखा. चटपट को उस पर बड़ा गुस्सा आया और से गुस्सा आया जोर से चिल्लाकर बोला, अरे छोटे, तुम वहाँ नीचे क्या कर रहे हो. नटखट ने चौंक कर ऊपर देखा और नदी किनारे रेखा. अपना बस्ता उड़ाने के लिए झुका. अचानक उसका पाँव फिसला और वह पानी में गिर पड़ा. पानी का बहाव तेज था. उधर पुल पर पहुंच चुके चटपट ने पीछे मुड़कर देखा. എന്താണ്, പാലത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ചട്പട് പീച്ചെ മുട്കട്ട് ദേക്ക, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. തോ നട്ഖട്ട് നഹി ദിഖ, പക്ഷേ നട്ഖടിനെ കാണാൻ പറ്റുന്നില്ല. ചട്പട്ട് ഖബരാ ഗയാക്കി നട്ഖട്ട് കഹാം ഗയ. ഇപ്പം ചട്പടിന് ആകപ്പാടെ എന്താണ്, ഖബരാ ഗയ, പരിഭ്രമമായി അല്ലേ. അനിയൻ കൂടെ വന്നതാ, ഇപ്പം അവനെ കാണാനില്ല.
നട്കഡ് കഹാം ഗിയ, ഈ നട്കഡ് എവിടെ പോയി? താനെ ബജനേക്ക് ആവാസ് സുൻകർ, അപ്പോഴാണ് എന്താണ് കയ്യടിക്കുന്ന ആ ഒരു സൗണ്ട് കേട്ടത്, ആവാസ് സുൻകർ. ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നീച്ചേ ദേഖ, താഴേക്ക് നോക്കി. തോ നട്കഡ് നീച്ചെ നദി കിനാരെ ഖടാ ദിഖ. ഇപ്പം നട്കഡ് എവിടെ നിൽക്കുന്നു? ആ നദിയുടെ തീരത്ത് ഖടാ ദിഖ, അവിടെ നിൽക്കുന്നത് കണ്ടു. ചട്പട്ട് കോ ഉസ് പർ ബെഡാ ഗുസ്സ ആയ, ചട്പടിന് വളരെയധികം ദേഷ്യം തോന്നി. ബെഡാ ഗുസ്സ അല്ലേ, വലിയ ദേഷ്യമുണ്ടായി. ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്. ദേഷ്യമുണ്ടായി. സോർസെ ചില്ലാക്കർ പോലെ ഉറക്ക വിളിച്ചു പറഞ്ഞു. എന്താണ്? അരേ ചോട്ടെ, എടാ ചെറിയവനെ, തും വഹാം നീച്ചേ ക്യാക്കർ രഹേഹോ, നീ അവിടെ എന്ത് ചെയ്യുവാണ് എന്ന് ഉറക്ക വിളിച്ചു പറയുകയാണ്. നട്കഡിനെയും ചൗങ്കുക്കർ ഇല്ലേ, ചേട്ടൻ്റെ അലർച്ച കേട്ടപ്പോഴത്തേന് നട്കഡ് എന്ത് ചെയ്തു? ചൗങ്കുക്കർ എന്ന് പറഞ്ഞാൽ ഞെട്ടിയിട്ട് ഊപ്പർ ദേഖ, മുകളിലേക്ക് നോക്കി. അവർ നദീ കിനാരെ രഹ അപ്പന ബസ്ത ഉടാനേ കേലിയെ ചുക്ക. അപ്പം നദിയുടെ ആ തീരത്ത് അരികത്ത് തന്നെ വെച്ചേക്കുകയായിരുന്നു അവൻ്റെ ബസ്ത, അവൻ്റെ ബാഗ്. അവനത് ഉടാനേക്കേലി, അവൻ എടുക്കുന്നതിന് വേണ്ടി ചുക്ക, അവൻ കുനിഞ്ഞു. അചാനക്ക് പെട്ടെന്ന് ഉസ്ക പാവ് ഫിസല അവർ ബഹു പാനീമേ ഗിർപ്പട, എന്ത് ചെയ്തു? പാവ് കാല് ഫിസല തെന്നിപ്പോയി. എന്ത് ചെയ്തു? ബഹു പാനീമേ ഗിർപ്പട, അവൻ വെള്ളത്തിലേക്ക് വീണു. പാനീക്ക ബഹാവ് തേസ്ത, നമ്മൾ മുമ്പേ പറഞ്ഞു വെള്ളത്തിൻ്റെ ആ ഒഴുക്കെന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ശക്തമായിരുന്നു. അവർ നട്കഡ്കോ തൈർന നെഹി ആത്താഥ, പക്ഷേ നട്കഡിനോ തൈർന നീന്താൻ അറിയില്ലായിരുന്നു. ചോട്ടാ സാഹിത്തോഥ, അവൻ ചെറിയവനല്ലേ, അവനാ നീന്തലും ഒന്നും അവന് വശമില്ലായിരുന്നു. ബഹുഗയ, അവൻ എന്ത് ചെയ്തു? ഒഴുകിപ്പോയി. ഡൂപ്തേ ഉദരാത്തെ ദൂർ ജാനേലക, അവനിങ്ങനെ ഡൂബിനാന്ന് പറഞ്ഞാൽ മുങ്ങിയും, ഉദരാത്തെ അവൻ താഴ്ന്നും, ദൂർ ജാനേലക അങ്ങനെ ദൂരേക്ക് പോകാൻ തുടങ്ങി. ചട്പട്ട് കോ തൈർന ആത്താഥ, ചട്പടിനാണെങ്കിലോ തൈർന നീന്താൻ അറിയാമായിരുന്നു. ഉസ്നെ ഛഡ് അപ്പന ബസ്ത പീഡ് സേ ഉദാർക്കർ പുൽക്കി മുണ്ടർ പർ രഹ അവർ നദീമേം കൂതുപട. പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു അല്ലേ, അനിയൻ വെള്ളത്തിൽ വീണ് മുങ്ങിയും താഴ്ന്നും ഒക്കെ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോഴത്തേന് ചേട്ടൻ ആകപ്പാട് വിഷമിച്ചു. അവൻ എന്ത് ചെയ്തു? അവൻ്റെ പീഡിസേ ബസ്ത, അവൻ്റെ പുറത്ത് കിടന്ന ആ ബാഗ് എടുത്ത് എന്ത് ചെയ്തു? പുൽക്കി മുണ്ടർ പെർ രഹ, ആ പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? നദിയുമേ കൂതുപട, കൂതിനാന്ന് പറഞ്ഞാൽ ചാടുക, നദിയിലേക്ക് അവന് എടുത്തു ചാടി. ദോടെ ദൂർ തൈർനേക്കെ ബാദ്, കുറേ ദൂരം വരെ അവന് നീന്തി. അതിനുശേഷം കേബാദ് ശേഷം എന്ത് ചെയ്തു? ഉസ്നെ നട്കഡ് കോ പകടിലിയ, നട്കഡിനെ അവന് പിടിക്കാൻ പറ്റി. അവർ കിനാരെ പർ ലേ ആയ, അവൻ എന്ത് ചെയ്തു? ആ തീരത്തേക്ക് കൊണ്ടുവന്നു. ചട്പട്ട് കോ ഇത്തന ഗുസ്സ ആ രഹാഥാക്കി നട്കഡ് കോ ദോ ചാമ്പൾ ലെഗായെ, ചട്പട്ടിന് വളരെയധികം ദേഷ്യം തോന്നി. എന്തുകൊണ്ടാണ്? ഈ നട്കഡിന് 2 അടി കൊടുക്കണമെന്ന്, അതാണ് ദോ ചാമ്പൾ ലെഗായെ, നല്ല 2 അടി കൊടുക്കണമെന്ന് അവൻ വിചാരിച്ചു. पर नटखट इतना डरावर खबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. അല്ലേ, 2 പൊട്ടീരൊക്കെ കൊടുക്കണമെന്ന് പക്ഷെ തോന്നി. പക്ഷെ എന്താണ്, നട്കഡ് അങ്ങ് ആകപ്പാടെ ഭയന്നു പോയി. വെള്ളത്തിൽ വീണവൻ ആകപ്പാടെ അവൻ പേടിച്ചു. പിന്നെ ഖബരായ എന്ന് പറഞ്ഞാൽ പരിഭ്രമിക്കുക, അവൻ ആകെ പേടിച്ച് പരിഭ്രമിച്ച അവൻ്റെ ആ മുഖം കണ്ടപ്പോഴേ, അല്ലെങ്കിൽ ആ അനുജനെ കണ്ടപ്പോൾ, ചോട്ടേ ഫായി പർ, ആ ഇളയ സഹോദരനെ കണ്ടപ്പോഴത്തേന് ചേട്ടൻ എന്ത് തോന്നി? പ്യാറാകിയ, അവന് സ്നേഹം തോന്നി. അടിയൊന്നും കൊടുക്കണ്ടെന്ന് അവൻ വിചാരിച്ചു. ഉസ്നെ നട്കഡ് കാ ഹാത്ത് പകടേ ഉസ്കാ ബസ്ത ഉടായ, എന്ത് ചെയ്തു? നട്കഡിൻ്റെ ആ കയ്യിൽ പിടിച്ചിട്ട് അവൻ്റെ ബസ്ത, അവൻ്റെ ബാഗ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? പുൽത്തക്ക് പഹുഞ്ചാനെ വാലി ചടായി ചട്നേലക, അല്ലേ, പാലം വരെ, പുൽത്തക്ക് പഹുഞ്ചാനെ, പാലം വരെ എത്താൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? ആ ചടായി ചട്നേലക, ആ കയറ്റം കയറാൻ തുടങ്ങി. പുൽപർ പഹുഞ്ചാഹിതാക്കി നട്കഡ് അചാനക്ക് ഗല ഫട്ക റോനേലക. അപ്പം പാലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേന് നട്കഡ് എന്താ ചെയ്തത്? അചാനക്ക് പെട്ടെന്ന് ഗല ഫട്കർ റോനിൽ, ഗല ഫട്കറിനെ തൊണ്ട പൊട്ടി കരയുക, അണ്ണാക്ക് വെച്ച് കരയത്തില്ലേ പിള്ളേർ, അതുപോലെ അവനിങ്ങോട്ട് കരയാൻ തുടങ്ങി. ചട്പടിനെ കഹ, ഇത് കേട്ടപ്പോഴത്തെ ചട്പട് ചോദിച്ചു, എന്താണ്? അബ് തോ തും ബഹുജാനെ സെ ബച്ച് ഗേ ഹോ ഫിർ ക്യോം രോ രഹേ ഹോ,
നീ എന്തിനാണ് കരയുന്നത്? തും ബഹുജാനസെ, നീ ഒഴുകിപ്പോയപ്പോൾ ബജ്കേഹോ, ഞാൻ നിന്നെ രക്ഷിച്ചില്ലേ? നീ വെള്ളത്തിലെ ഒഴുകിപ്പോയില്ലേ? നീ രക്ഷിച്ചില്ലേ? ഞാൻ നിന്നെ രക്ഷിച്ചില്ലേ? പിന്നെ നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുകയാണ് ചേട്ടൻ. അപ്പം നട്ഖഡ് പറയാണ്, നട്ഖഡിനെ രോത്തേ രോത്തേ കഹ. നട്ഖഡ് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു പറയുകയാണ്, തും ഘർ ജാക്ക് മാംസേ മേരി ശികായത്ത് കരോഗെ. നീ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് എന്നെപ്പറ്റി പരാതി പറയില്ലേ? ഈ കാര്യങ്ങളൊക്കെ നീ അമ്മയോട് പറഞ്ഞു കൊടുക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്താണ് കരയുന്നത്. അപ്പോൾ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ചേട്ടനെ സോപ്പിടുകയാണ് അവിടെ. അപ്പോൾ എന്താണ് അഗർനെ കരും തോ, പറയാതിരുന്നാൽ. അപ്പോൾ ചേട്ടൻ ചോദിക്കുകയാണ്, പറയാതിരുന്നാൽ തോ ജോ കഹോ, അതുപോലെ ചെയ്യാം. ഉടനെ നട്ഖഡ് കാ രോനെ ബന്ധു ഹോഗയ. നട്ഖഡ് ആ രോനെ, ആ കരച്ചിലൊക്കെ അങ്ങ് നിർത്തി. മുझे കാഗസ് കി നാവ് ബനാന നഹി ആത്ത, തും സിക്കാ ദോഗെ. പറയുകയാണ്. ഇപ്പം ചേട്ടൻ അനിയനോട് ചോദിക്കുകയാണ്, എന്താണ് മുझे കാഗസ് കി നാവ് ബനാന, എനിക്ക് ആ കടലാസ് കൊണ്ട് വള്ളം ഉണ്ടാക്കാനൊന്നും അറിയില്ല. തും സിക്കാ ദോഗെ, നീ എന്നെ ഒന്ന് പഠിപ്പിക്കാമോ? ഉസ്മേ ക്യാ ഹേ, അതിനെന്താ, ഞാനതുപോലെ ചെയ്യാം. നട്ഖഡ് ഖുഷ് ഹോക്കർ ബോല, സന്തോഷത്തോടുകൂടി പറഞ്ഞില്ലേ, കടലാസ് വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി ചേട്ടന്. ചേട്ടൻ വീട്ടിൽ ചെന്ന് ആരോടൊന്നും പറയില്ല പരാതി, അമ്മയോടൊന്നും പറയില്ല. അപ്പം അതുപോലെ ചെയ്യാമെന്ന് പറയുകയാണ്. പർ മുझे തൈർനാ നഹി ആത്ത, തും സിക്കാ ദോഗെ. ഉടനെ അനുജൻ ചേട്ടനോട് ചോദിക്കുകയാണ്, എനിക്ക് തൈർനാ നഹി ആത്ത, എനിക്ക് നീന്താൻ അറിയത്തില്ല. തും സിക്കാ ദോഗെ, നീ അത് പഠിപ്പിക്കാമോ? ഉസ്മേ ക്യാ ഹേ, അതിനെന്താ, അതുപോലെ ചെയ്യാം എന്ന് ചട്പടിനെ മുസ്കുരാത്തെ ഹുയെ നട്ഖഡ് കെ ശബ്ദോങ്കി നക്കൽ കി ഓർ. എന്താണ് അപ്പം ചട്പട് മുസ്കുരാത്തെ, പുഞ്ചിരിച്ചുകൊണ്ട്, നട്ഖഡ് കെ ശബ്ദോ, ആ നട്ഖഡിൻ്റെ വാക്കുകൾ നക്കൽക്കി എന്ന് പറഞ്ഞാൽ അനുകരിച്ചുകൊണ്ട്. അതുപോലെ തന്നെയല്ലേ ഒരാളിങ്ങനെ വള്ളം ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചപ്പം അതിനെന്താ പഠിപ്പിക്കാമല്ലോ എന്ന് പറയുന്നതുകൊണ്ട് മറ്റേത് പറയാണ്, എനിക്ക് നീന്താൻ അറിയത്തില്ല എന്ന് പറയുമ്പം അതിനെന്താ ഞാൻ പഠിപ്പിക്കാമല്ലോ എന്ന് അനുകരിച്ചുകൊണ്ട് എന്താണ് അവരെ ദോനോ ഫായി, അവർ രണ്ട് സഹോദരന്മാരും ഹസ്ബഡെ, അവരിങ്ങനെ ചിരിച്ചു. ലേക്കിൻ ചട്പട്നെയും നട്ഖഡ് കാ ബസ്ത ഉസേ പകടാക്കർ പുൽക്കി മുണ്ടേർ പർസേ അപ്പന ബസ്ത ഉടായ. ഇത് എന്താണ്, ചട്പട് നട്ഖഡിൻ്റെ ആ ബാഗ് എടുത്തുകൊണ്ടാണല്ലോ പാലത്തെ കയറിയത്. ഇപ്പം അവൻ എന്ത് ചെയ്തു, ആ ബസ്ത, ആ ബാഗ് അവനെ ഏൽപ്പിച്ചു. ഉസേ പകടാക്കർ, അവനെ ഏൽപ്പിച്ചിട്ട് പുൽക്കി മുണ്ടേർ പർസേ, ഇവിടെ ഇരിക്കുകയാണ് ചട്പടിൻ്റെ ബാഗ്, ആ മുണ്ടേർ പാലത്തിൻ്റെ കൈവരയിൽ ഇരിക്കുകയല്ലേ, അത് എടുത്ത് താഴെ വെച്ചിട്ടായിരുന്നല്ലോ വെള്ളത്തിലേക്ക് ചാടിയത്. ആ ബാഗ് അവൻ എന്ത് ചെയ്തു, അപ്പന ബസ്ത ഉടായ, അവനവൻ്റെ ബാഗ് എടുത്തു. എന്നിട്ടോ തോ ഏകദം ചിന്തിത ഹോക്കർ ബോല, ഇങ്ങനെ എന്താണ് വിഷമിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ വിഷമിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അരേ ചോട്ടെ ഹം ദോനോങ്കെ കപ്പടെ ഫീഗ് ഗേ ഹെ, हमें फीके कपड़ों में देख माम पूछेंगी तो क्या कहेंगे? अरे छोटे, हम दोनों के कपड़े फीग गए हैं, हमें फीके कपड़ों में देख माम पूछेंगी तो क्या कहेंगे? അപ്പോൾ പറയാം, എടാ അനിയ, ഹം ദോനോങ്കെ, നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ ഫീഗെ നനഞ്ഞു പോവുക, നനഞ്ഞു പോയില്ലേ. ഹമേ ഫീഗെ കപ്പടോമേ ദേഖ്, നമ്മളെ ഈ നനഞ്ഞ വസ്ത്രങ്ങൾ കണ്ട് മാം പൂച്ചെങ്കി, അമ്മ ചോദിക്കത്തില്ലയോ, തോ ക്യാ കഹെങ്കി, അപ്പം നമ്മൾ എന്തു പറയും? ബെഡേ അബ്, ഇപ്പം പറയണ ചേട്ടാ ഇപ്പോൾ. നട്ഖഡിനെ ഏക്ക് പൽ സോച്ച, പൽ എന്നൊരു നിമിഷം, ഒരു നിമിഷം ചിന്തിച്ചിട്ട് ബോല പറഞ്ഞു. എന്താണ്? ആവോ ദൗഡ് ലഗാത്തെ ഹെ കപ്പടെ അപ്പനെ ആപ് സൂഖ് ജായെങ്കി. അപ്പം എന്താ പറഞ്ഞത്? വരൂ, എന്താ നമുക്ക് ദൗഡിലേക്ക്, നമുക്ക് ഓടാൻ തുടങ്ങാമോ, നമുക്ക് ഓടാം. കപ്പടെ അപ്പനെ ആപ് സൂഖ് ജായെങ്കിൽ, അപ്പം നമ്മൾ ഇങ്ങനെ ഓടുവാണെങ്കിലും നമ്മുടെ വസ്ത്രങ്ങളൊക്കെ എന്താണ്, സൂഖിനെ ഉണങ്ങും. ഏക് ടീക്കേ ചട്പട്ടിനെ അപ്പന ബസ്ത പീഡ് പർ ടാങ് ദേ ഹുയെ കഹ. ഉടനെ ചട്പട് എന്ത് ചെയ്തു, തൻ്റെ ബസ്ത, തൻ്റെ ബാഗ് പുറത്തിങ്ങനെ ടാങ്കിനാന്ന് പറഞ്ഞാൽ തൂക്കിയിട്ടിട്ട് ശരി എന്ന് പറഞ്ഞു. നട്ഖഡ് നേഫി अपना बस्ता पीठ पर टांग लिया और चटपट के बराबर खड़े होकर दौड़ शुरू करने का अंदाज में बोला. അപ്പം നട്ഖഡ് എന്ത് ചെയ്തു, നട്ഖഡ് അപ്പന ബസ്ത, അവൻ്റെ ബാഗ് പീഡ് പർ ടാങ്ക് ലിയ, പുറകിലിങ്ങനെ തൂക്കിയിട്ടു.
എന്നിട്ട് ചട്പട്ട് കെ ബരാബർ അവർ രണ്ടുപേരും തുല്യമായിട്ട് നിന്നു. ഖടേ ഹോക്കർ, നമ്മൾ ഓടാനൊക്കെ നിൽക്കത്തില്ലേ, അതുപോലെ അവിടെ നിന്നിട്ട് ദൗഡ് ഷുരൂ കർണേക്ക് അന്താസ്മയം പോലെ ഇങ്ങനെ ആംഗ്യം കാണിച്ചു ഇല്ലേ. ഷുരൂ കർണേക്ക് ഇപ്പോൾ ഓട്ടം ആരംഭിക്കാനായിട്ട് അവരിങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് നമ്മൾ 1 2 3 ഇപ്പോൾ 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് ദോനോ ദൗഡ് പടി, രണ്ടുപേരും ഓടാൻ തുടങ്ങി. ആകെ പീച്ചേ നഹി, അവർ മുന്നിലും പിന്നിലും ഒന്നുമായിട്ടാണ് ഓടിയത്, അല്ല. ഏക് ദൂസരേ കാ ഹാത്ത് പകടെ സാത്ത് സാത്ത്, ഒരുമിച്ച് രണ്ടുപേരും ഒരുമിച്ച് ഒരാൾ മറ്റേ ആളിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവരോടിയത്. സർദിയാം അഭി ശുരു നഹി ഹുയി ഥി മൗസം സാപ്ത, എന്താണ് സർദിയാം തണുപ്പ് എന്താണ് ആരംഭിച്ചിരുന്നില്ല. മൗസം സാപ്ത എന്താണ് കാലാവസ്ഥയൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. ചട്കേലി ധൂപ്പ് നിക്കലി ഹുയിഹി, ചട്കേലി ധൂപ്പം എന്ന് പറഞ്ഞാൽ വെയിലാണ്, നല്ല മിന്നുന്ന വെയിൽ. അപ്പം നമുക്ക് എന്താണ് അവിടെ നല്ല മിന്നുന്ന വെയിലുണ്ടായിരുന്നു. ദോനോ ഭായി മസേമേ ദൗഡിനെ, ചിലവരെല്ലാം എന്താണ് രസമായിട്ട് അവരിങ്ങനെ ഓടാൻ തുടങ്ങി. നാലാ പാർക്കിയ, അവർ തോട് കടന്നു. ബാഗ് പാർക്കിയ, അവർ തോട്ടം കടന്നു. ഖേത്ത് പാർക്കിയ, അവർ വയൽ കടന്നു. ബർഗദ് കോഫി പീച്ചെ ചോടുതിയ, ബർഗദ് ആൽമരവും അവർ പിന്നിട്ടു. ലേക്കിൻ പോക്കർ തക്ക് പഹുഞ്ചത്തെ ദോനും, പിന്നീട് എന്താണ് അവർ കുളത്തിൻ്റെ അവിടെ എത്തിച്ചേർന്നപ്പോഴത്തേനെ ദോനും രണ്ടുപേരും തക്കുകയെ എന്താണ് ക്ഷീണിച്ചിരുന്നു. അവർ രുക്കുകയെ, അവരവിടെ നിന്നു. എവിടെയാണ്? പോക്കർ കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ. കപ്പടെ സൂക്കുകയെ ചോട്ടെ ചട്പട്നേം ഹഫ്തേ ഹുയെ ലേക്കിൻ ഹുഷ് ഹോത്തേ ഹുയെ കഹ, എന്താണ് അപ്പം കപ്പടെ സൂക്കുകയെ ചോട്ടെ, അനുജ വസ്ത്രങ്ങൾ ഉണങ്ങിയിൽ എന്ന് എന്താണ് ചട്പടിനെയും എന്താ പറഞ്ഞ ഹഫ്ത എന്ന് പറഞ്ഞാൽ അണയ്ക്കുക, ഓടിയോടിയവരങ്ങ് അണച്ചുകൊണ്ട് പിന്നെയോ ലേക്കിൻ ഹുഷ് ഹോത്തേ ഹുയേക്ക, എന്നാൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത്. ഹാം ബെഡേ ബൗക്കേ കപ്പടേ തോ സൂക്കേ നട്ട്ഖട്നെ ഫി ഹുഷ് ഹോക്കർ കഹ, എന്താണ് ചേട്ടാ വസ്ത്രങ്ങൾ കപ്പടേ തോ സൂക്കേ, വസ്ത്രങ്ങളൊക്കെ ഉണങ്ങി എന്ന് നട്ട്ഖട് എന്താണ് ഹുഷ് ഹോക്കർ കഹ, സന്തോഷത്തോടു കൂടി പറഞ്ഞു. തഫി നട്ട്ഖട് കോ പോക്കർ കിനാരെ एक चिकनी गिट्टी दिखाई पड़ी. नटखट ने उसे उड़ा लिया और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. ഉടനെ നട്ട്ഖട് എന്ത് ചെയ്തു? പോക്കർ കിനാരി, എന്താണ് കുളത്തിൻ്റെ അരികത്ത് കിടക്കുന്ന ഒരു ചിക്കനി ഗിട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലിനെയാണ് പറഞ്ഞത്. ചിക്കനി എന്ന് പറഞ്ഞാൽ ഒരു തിളങ്ങുന്ന ഒരു ഒരു കല്ല് കണ്ട് നട്ട്ഖട് എന്ത് ചെയ്തു? ഉസേ ഉഡാലിയ, എടുത്തിട്ട് തെർച്ചേ ഹോക്കർ ഇങ്ങനെ വളച്ച് അതെന്ത് ചെയ്തു? ഉസേ तरह फेंका की गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. ഇങ്ങനെ വളച്ച് ഒരുപാട് പിള്ളേരൊക്കെ നല്ല സ്റ്റൈലിൽ വെള്ളത്തിലേക്ക് എറിയത്തില്ലേ, അതുമാതിരി എന്താണ് ചെറിയ കല്ല് വെള്ളത്തിലേക്ക് എറിഞ്ഞു. അത് സദഹ് പർ ഉയർത്തി തുള്ളിച്ചാടുക, എന്താണ് തുള്ളിച്ച് അല്ലേ, തുള്ളിച്ച് ഒരു കല്ല് എന്താണ് ദൂർ ചൽ ഗയി, ദൂരേക്ക് പോയി. ദേഖി ചട്പട്നെ ഫിയേക്ക് ഗിട്ടി ഉടാക്കർ ഫേങ്ക് ദി, ഇത് കണ്ടപ്പോൾ ചട്പട് എന്ത് ചെയ്യും? നട്ട്ഖടാണ് എറിഞ്ഞത്. ഇത് കണ്ടപ്പം ചട്പടും എന്ത് ചെയ്തു? ഒരു ഗിട്ടി എടുത്തിട്ട്, ഒരു കല്ലെടുത്തിട്ട് എന്താണ് ഫേങ്ക് ദി, എറിഞ്ഞു. ലേക്കിൻ ഉസ്കി ഗിട്ടി ഏകദം പാനിമേം ഗുഡും ഹോഗയി, പക്ഷേ ഗിട്ടി എന്ത് ചെയ്തു? കല്ല് പെട്ടെന്ന് വെള്ളത്തിലങ്ങ് എന്താണ് ഗുഡുപ്പ് എന്ന് പറഞ്ഞാൽ മറയുക, വെള്ളത്തിലങ്ങ് താന്നുപോയി, കണ്ടില്ല പിന്നെ. ബെഡേ തുംകോ ഗിട്ടി പൗരാന നഹിയാത്ത, അപ്പോൾ പറയാണ് ബെഡേ എന്താണ് ചേട്ടാ, നിങ്ങൾക്ക് ഈ തുള്ളിച്ചെറിയാൻ, ഈ കല്ല് വെള്ളത്തിലേക്ക് ഇങ്ങനെ തുള്ളിച്ചെറിയാനോ നിങ്ങൾക്കറിയത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ഹാം ചോട്ടെ തും സിക്കാ സക്തേ ഹോ, അപ്പോൾ പറയാണ് അനുജ നീ എന്നെ പഠിപ്പിക്കാമോ, അങ്ങനെ വെള്ളത്തിലേക്ക് എറിയാൻ നീ എന്നെ പഠിപ്പിക്കാമോ എന്ന് എന്താണ് അനിയൻ ചോദിക്കുക, ചേട്ടൻ എന്താണ് അനിയനോട് ചോദിക്കുകയാണ്. ക്യോം നഹി അഭീലോ നട്ട്ഖട് ने ध्यान से नीचे देखकर एक गिट्टी उड़ाई और चटपट को दिखाते हुए बोला. എന്തുകൊണ്ടില്ല, അപ്പോൾ പഠിപ്പിക്കാമെന്നുള്ള രീതിയിൽ നട്ട്ഖട് എന്ത് ചെയ്തു? ധ്യാൻസ് ശ്രദ്ധയോടുകൂടി നീച്ചേ ദേക്കർ താഴേക്ക് നോക്കിയിട്ട് ഏക്ക് ഗിട്ടി ഉടായി, ഒരു ചെറിയ കല്ല് എടുത്ത് എന്ത് ചെയ്തു? ചട്പട്ട് കോ ദിഖാത്തേ ഹുയെ കഹ, ചട്പട്ടിനെ കല്ലിങ്ങനെ കാണിക്കുക,
കാണിച്ചിട്ട് പറഞ്ഞു. എന്താണ്? ഗിട്ടി ഐസിയിലോ ജോ സ്യാദാഫാരി അവർ ഖുർദുരി നഹോ. ഒരിക്കലും എങ്ങനെയുള്ള ഗിട്ടി, എങ്ങനെയുള്ള കല്ലെടുക്കരുത്? ആ സ്യാദാഫാരി, ഭയങ്കര ഭാരമുള്ള കല്ല് എടുക്കരുത്. അതുപോലെ ഖുർദുരി നഹോ, നമ്മളിങ്ങനെ കൂർത്തായിട്ടുള്ള ആ ഒരു കല്ലും നമ്മൾ എടുക്കാൻ പാടില്ല. ഹൽക്കി അവർ ചിക്കനി ഹോ, എന്താണ്? ഭാരമില്ലാത്തതും ആ ചിക്കിനി, ആ ഒരു മിനുസമുള്ളതുമായിട്ട് ഉള്ള ഒരു കല്ലായിരിക്കണം എടുക്കേണ്ടത്. അവർ ഉസ്സെ ഇസ് തരക് ഫെങ്കു, എന്നിട്ട് ഇത്തരത്തിൽ അത് എറിയണം എന്ന് കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു ചെറിയ കല്ലെടുത്തിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇടത്തോട്ടുള്ള കല്ലല്ല, ആ ഭാരം കുറഞ്ഞ കല്ലും ഇച്ചിരി മിനുസമായിട്ടുള്ള കല്ലാണ് എടുക്കേണ്ടത്. എടുത്തിട്ട് ഇങ്ങനെ എറിയണം എന്ന് അനുജൻ ആരെയാണ്? ചേട്ടനെയും അല്ലേ, നട്കടാണ് കാണിക്കുന്നത്. ആരെയാണ്? ചട്പടിനോട് പറയുകയാണ്. ലേക്കിൻ അബ് തക് ചട്പട്ട് കാ ധ്യാൻ ബൺ ചുക്കാ ഥ. എന്നാൽ ആ സമയം ചട്പടിൻ്റെ ശ്രദ്ധയങ്ങ് മാറി അല്ലേ, ശ്രദ്ധ മാറിക്കഴിഞ്ഞിരുന്നു. എന്താണ്? ബഹു പോക്കർ കെ പാനി പർ തൈർത്തി ബെദക്കോങ്കോ ധ്യാൻ നീൻ ദേഖ് രഹാ ഥ. അവൻ എന്ത് ചെയ്തു? പോക്കർ കെ പാനി, ആ താലാബ്, ആ കുളത്തിലെ വെള്ളത്തിലെ തൈർത്തി, ആ നീന്തുന്ന എന്താണ് ബെദക്കോങ്കോ, ആ താറാവുകളിലായിരുന്നു അവൻ്റെ ശ്രദ്ധ. ധ്യാൻ സേ ദേഖ് രഹാ ഥ, ആ താറാവുകളെ ഇങ്ങനെ അവൻ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു.